എല്ലാവർക്കും നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇക്വേഷൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും അതേപോലെ ക്യൂബിക് ഇക്വേഷനും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലുള്ള വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അത് 2 ആയിരിക്കും. എത്ര? 2. ഇറ്റ് വിൽ ബി 2. ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം ax² plus bx plus c is equal to 0 where x is a variable, a, b, c are constants with a not equal to 0. എന്തുകൊണ്ടാണ് a not equal to 0 എന്ന് പറയുന്നത്? a 0ക്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവോ? ഈ ഒരു ടേം അങ്ങ് പോകും. പിന്നെ അത് വെറും ഒരു ലീനിയർ ഇക്വേഷൻ മാത്രമായിരിക്കും bx plus c എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് a not equal to 0 എന്ന്. ഓക്കെ, ഇതിന് നമ്മൾ വേറൊരു പേരിലും വിളിക്കും. എന്താ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ തേർഡ് ഡിഗ്രി ഇക്വേഷൻ, നമ്മുടെ ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ എന്താ? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന വേറെ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാണ്? പ്യൂർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ബി എന്ന് പറയുന്ന ടേം 0 ആയിരിക്കും. ഈ ഒരു ബി എക്സ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അപ്പൊ അതങ്ങ് 0 ആയി പോകത്തില്ലേ? അപ്പോൾ ax² plus c എന്ന് പറയുന്ന ടേം മാത്രമേ കാണുകയുള്ളൂ. അതിനെയാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് അഫക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബി നോട്ട് ഈക്വൽ ടു 0. ബി നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസുകളിലെല്ലാം അതിനെ നമ്മൾ പറയുന്നത് എന്താ? അഫക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നൗ നമുക്ക് ഇനി പറയാൻ പോകുന്നത് ജനറൽ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? സൊല്യൂഷൻ എന്നോ റൂട്ട്സ് എന്നോ പിന്നെ അങ്ങനെയൊക്കെ പറയാം. നമുക്ക് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ലീനിയർ ഇക്വേഷൻ എത്ര റൂട്ടാണ് ഉണ്ടായിരുന്നത്? ഒരു റൂട്ട് അല്ലേ? എക്സിന്റെ വാല്യൂ 1, എക്സിന്റെ വാല്യൂ ഒരു വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതേസമയം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 2 റൂട്ട്സ് ഉണ്ടാവും. എന്തുകൊണ്ടാ? ഡിഗ്രി 2 ആണ്. ക്യൂബിക് ഇക്വേഷനിലോ 3 ഉണ്ടായിരിക്കും, 3 റൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എത്ര റൂട്ട് ഉണ്ട്? 2 റൂട്ട് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ജനറൽ ഫോർമുലയുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു, റൂട്ട് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ അല്ലേ? എക്സിന് ഇവിടെ 2 വാല്യൂ ഉണ്ടായിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് ബി പ്ലസ് ഓ മൈനസ് root of b square minus 4ac divided by 2a. ഈ b എന്ന് പറയുന്ന വാല്യൂ എന്താ? കോയിഫിഷ്യന്റ് ഓഫ് x. a എന്ന് പറയുന്ന വാല്യൂ കോയിഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ ആൻഡ് c is the constant term. ഇത് കിട്ടിയോ? യെസ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷന് വേണ്ട എല്ലാ സൊല്യൂഷനും നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എത്രാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങിയതാ? അതെ, 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ. എന്തായാലും നിങ്ങൾക്ക് മാത്സ് ഇപ്പോൾ അഥവാ ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇപ്പം തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ചില കാര്യങ്ങൾ ട്രെൻഡ് ആവുന്നുണ്ടല്ലോ. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. യെസ്, ആ സാധനമൊക്കെ കണ്ടവർക്കും ഈ ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കും. നൗ നെക്സ്റ്റ്, സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എത്ര റൂട്ട്സ് ആണുള്ളത്? ഞാൻ ആ റൂട്ട്സുകളെ ആൽഫ എന്നും ബീറ്റ എന്നും വിളിക്കുവാണ്. നമ്മുടെ ആൽഫ മെയിൽ അങ്ങനെ കേട്ടിട്ടില്ലേ? ആ സാധനം തന്നെ, ആൽഫ ബീറ്റ. ഓക്കെ, അതിനെയാണ് നമ്മൾ 2 റൂട്ട്സ് ആയിട്ട് വിളിക്കുന്നത്. ഇപ്പൊ സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ഒരു റൂട്ടാണ്, ബീറ്റ രണ്ടാമത്തെ റൂട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? അപ്പോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ബി ആണല്ലോ നമ്മുടെ ജനറൽ ഇക്വേഷനിലെ കോയിഫിഷ്യന്റ് ഓഫ് എക്സ്, അതേപോലെ എ ആണല്ലോ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ എ. ഞാൻ ഇവിടെ നോട്ട്സിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ
എന്തൊക്കെ റൂട്ട്സ് ആയിരുന്നു നമുക്കുള്ളത്? ആ ആൽഫയും ബീറ്റയും തന്നെയല്ലേ നമ്മുടെ റൂട്ട്സ്. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ അല്ലേ? അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഇവിടെ കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ കോൺസ്റ്റന്റ് ടേം എത്രയാണ്? സി. കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ. സോ ഇറ്റ് ഈസ് സി ഡിവൈഡഡ് ബൈ എ. ഓക്കെ, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ എ. ബി എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് എയുടെ വാല്യൂ വരുന്നത്. ദെൻ ആൽഫ ഇൻറ്റു ബീറ്റ വിച്ച് ഇസ് സി ഡിവൈഡഡ് ബൈ എ. ഇവിടെ മൈനസ് ഇല്ല. ഓക്കെ, അതാ ഓർത്തിരിക്കേണ്ട. പിടികിട്ടിയോ? ആ രണ്ട് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഹൗ ടു കൺസ്ട്രക്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും മാത്രമായിരിക്കും തന്നിരിക്കുക. ചിലപ്പോൾ അവരാണെങ്കിൽ റൂട്ടുകൾ മാത്രമായിരിക്കും തന്നിരിക്കുക. അങ്ങനെ തന്നിരിക്കുന്ന കേസിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. ഹൗ ടു കൺസ്ട്രക്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ എടുത്താൽ 2ഉം 3യുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ്. ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് റൂട്ട്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് സം ഓഫ് ദ റൂട്ട്സ് കണ്ടുപിടിച്ചൂടെ? ആൽഫ പ്ലസ് ബീറ്റ, ഇവിടെ ആൽഫയുടെ വാല്യൂ 2, ബീറ്റയുടെ വാല്യൂ 3, then alpha plus beta is equal to how much, which is 5. Then alpha beta is how much? Alpha into beta 2 into 3, which is 6. അപ്പോൾ നമുക്ക് സം ഓഫ് ദ റൂട്ട്സ് ഉണ്ട്, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഉണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജനറൽ ഇക്വേഷൻ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, ഓക്കെ, മൈനസ് ഓഫ് സം ഓഫ് റൂട്ട്സ് into x plus product of roots which is equal to 0. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇവിടെ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ് എത്ര? 5 into x പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എത്ര? 6 which is equal to 0. ഇതാണ് നമുക്ക് വേണ്ട ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പിടികിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ പറഞ്ഞോളൂ. കമന്റ് ബോക്സ് ഉപയോഗിക്കുക പ്ലീസ്. യെസ്, പിടികിട്ടിയോ? അപ്പോൾ ഇതിന്റെ ജനറൽ ഫോം ഞാൻ ഇവിടെ തന്നെ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് ഓഫ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് ബി ബൈ എ. മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സം ഓഫ് ദ റൂട്ട് അല്ലേ? നമ്മൾ നേരത്തെ ടോപ്പിക്ക് പഠിച്ചു. ദെൻ ഇൻറ്റു എക്സ് പ്ലസ് സി ബൈ എ. ഈ സി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് വിച്ച് ഇസ് കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇനിയൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പം ഇത്രയും പഠിച്ച ബേസിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 90% ഓഫ് ദ ക്വസ്റ്റ്യൻസും ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, യാ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ്, ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 is equal to 0. Find the roots of the equation. Direct equation minus bx is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a. നിങ്ങൾക്ക് വേറെയും പല മെത്തേഡ്സ് ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മെത്തേഡ് മാത്രം പറഞ്ഞു തരുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുന്ന പലർക്കും ഒരു ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണാൻ വരുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ സംഭവത്തിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. വേറെ മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ വേറെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ മെത്തേഡ്സ് ഒക്കെ അറിഞ്ഞിരിക്കുന്നവർക്ക് എന്തായാലും ഈ മെത്തേഡ്സ് എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണോ ആൻസർ പെട്ടെന്ന് കിട്ടുന്നത് ആ ഒരു പർട്ടിക്കുലർ മെത്തേഡ് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്ന തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? അറ്റ് ദി എൻഡ് നമുക്ക് മാർക്ക് കിട്ടണം. അത്
കിട്ടാനുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടും. അത് ഞാൻ വാക്ക് തരാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. മൈനസ് ബി, ബിയുടെ വാല്യൂ എത്ര? -6 ആണ്. അപ്പോൾ -6 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് -6² which is 36 minus 4ac, 4 into 1 into 9 the whole divided by 2 into 1. So minus of -6 is +6 plus or minus root of 36 minus 36. 9 into 4 എത്ര? 36. So 0 the whole divided by 2 which is equal to 3,3. രണ്ട് റൂട്ട് വരില്ലേ, അപ്പോൾ 3,3 ആണ് ആൻസർ, ഓപ്ഷൻ എ. ഈ ഒരു പർട്ടിക്കുലർ ടേം മൊത്തത്തിൽ ഇല്ലാണ്ടായി പോവുക. ഏതാ? b² - 4ac അങ്ങ് ക്യാൻസൽ ആയി പോവുക. അപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ വാല്യൂ 2 തവണ എഴുതേണ്ടി വരും, 2 റൂട്ട്സ് ആയിട്ട് അങ്ങ് എഴുതേണ്ടി വരും. അതാണ് നമ്മുടെ ആൻസർ. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇനി പോകുന്ന വഴിക്ക് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യും, അവിടെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given a quadratic equation 2x² plus 5x minus 3 is equal to 0, which of the following statements are true അല്ലെങ്കിൽ is true? എന്താണ് നമ്മുടെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? 2x² plus 5x plus 3 minus 3 is equal to 0. അതാണ് നമ്മുടെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സം ഓഫ് ദ റൂട്ട്സ് എത്ര? ആൽഫ പ്ലസ് സം ഓഫ് റൂട്ട്സ്. ഇനി മുതൽ ഞാൻ സം ഓഫ് റൂട്ട്സ് എന്ന് എഴുതത്തില്ല. ഇനി മുതൽ ഞാൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതുള്ളൂ. നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട്. ആൽഫയും ബീറ്റയാണ് നമ്മൾ റൂട്ട്സ് എന്ന് അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ബൈ എ. ഇവിടുത്തെ ബിയുടെ വാല്യൂ 5 ഡിവൈഡഡ് ബൈ 2. സം ഓഫ് റൂട്ട്സ് അതാണ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് വിച്ച് ഇസ് ഈക്വൽ ടു -3 കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ യെസ് ദാറ്റ് ഈസ് -3/2. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ ആൻഡ് ബി. ഓക്കെ, ഇതൊരു മിസ്റ്റേക്ക്, ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. അവർ ഒരു ഓപ്ഷൻ ഇവിടെ തരണമായിരുന്നു, അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ എന്തായിരിക്കണമായിരുന്നു? ബോത്ത് എ ആൻഡ് ബി എന്നായിരിക്കണം ഓപ്ഷൻ. അപ്പോൾ ആൻസർ എന്തൊക്കെയാണ്? ആൽഫ പ്ലസ് ബീറ്റ ഇസ് -5/2, പ്രോഡക്റ്റ് ഇസ് -3/2. നെക്സ്റ്റ് ടോപ്പിക്. യെസ്, സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ചോദ്യം? On solving root of x by 1 minus x plus root of 1 minus x divided by x which is equal to, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടല്ലേ തന്നിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ടേം ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എടുത്ത് എഴുതും? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2/1/6 which is 13 divided by 6. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓപ്ഷൻ എ എടുക്കുവാണ്. ഓപ്ഷൻ എ, പുട്ടിങ് ഓപ്ഷൻ എ എടുത്തിട്ട് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്ര ആവും? 4/13 എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ റൂട്ട് ഓഫ് 4/13 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4/13. ഈ റൂട്ട് എല്ലാവർക്കും ബാധകമാണ്. പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് 4/13 ഡിവൈഡഡ് ബൈ 4/13. ഇതാണ് നമ്മുടെ LHS. RHS എത്ര? RHS എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. 13/6 നമുക്ക് കിട്ടണം. ഏത് ഓപ്ഷൻ ആണോ 13/6 തരുന്നത് അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. ഓക്കെ, എന്തൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് LCM കൂടെ എടുത്തേക്കാം. 4 ഡിവൈഡഡ് ബൈ 13 ഡിവൈഡഡ് ബൈ 13 മൈനസ് 4 ഡിവൈഡഡ് ബൈ 13 പ്ലസ് 13 minus 4 divided by 13 divided by 4 divided by 13. ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആവും? 13 ക്യാൻസൽ ആയി. ഇവിടെയും 13 ക്യാൻസൽ ആയി, which is equal to root of 4/13 minus 4 is 9 plus root of 9/4 which is equal to root of 4ന്റെ റൂട്ട് എത്ര? 4ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 പ്ലസ് 3/2. LCM എത്ര ഇവിടെ വരുന്നത്? വിച്ച് ഈസ് 6 ആണല്ലോ ഇവിടുത്തെ LCM. അപ്പോൾ ഈ ഒരു ടേമിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2നെയും 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 4 പ്ലസ് 3നെ, ഈ 2നെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 3. ഈ 3നെ അപ്പോൾ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 3 വിച്ച് ഇസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 13/6 equal to RHS. So option A is the right answer. Okay.
ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ളൊരു നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തല്ലോ, അവിടെ ആവശ്യമാകുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ഇക്വേഷൻ AX², അതായത് ജനറൽ ഇക്വേഷൻ AX² പ്ലസ് BX പ്ലസ് C. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് നേച്ചർ എങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ഇഫ് B² മൈനസ് 4AC ഈസ് ഈക്വൽ ടു 0. B² മൈനസ് 4AC എന്ന് പറയുന്ന വാല്യൂ 0 ആവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നേച്ചർ? റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. നമ്മൾ കുറച്ച് മുന്നേ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ B² മൈനസ് 4AC 0 ആയില്ലേ? ആ ഒരു ടൈപ്പാണ്. അവിടുത്തെ ഒരു നേച്ചർ എന്തായിരിക്കുന്നു? അവരുടെ രണ്ട് വാല്യൂവും 3ഉം 3ഉം ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു B² മൈനസ് 4AC എന്ന് പറയുന്ന വാല്യൂ 0 ആവുകയാണെങ്കിൽ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. പിടികിട്ടിയോ? യെസ്. പിന്നെ ഈ B² മൈനസ് 4AC നമ്മൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്ക്രിമിനന്റ് എന്നാണ്. ഡിസ്ക്രിമിനന്റ് അഥവാ ക്വസ്റ്റ്യനിൽ ഡിസ്ക്രിമിനന്റ് വാല്യൂ 16 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? B² മൈനസ് 4AC ആണ്, അതിന്റെ വാല്യൂ ആണ് 16 എന്ന് ആലോചിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു B² മൈനസ് 4AC എന്താ നമ്മൾ വിളിക്കുക? ഡിസ്ക്രിമിനന്റ്. ദെൻ ഇഫ് B² മൈനസ് 4AC ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ പെർഫെക്റ്റ് സ്ക്വയർ, അങ്ങനെ വരുമ്പോൾ റൂട്ട്സ് ആർ റിയൽ, ഡിസ്റ്റിങ്ക്ട് ആൻഡ് റാഷണൽ ആയിരിക്കും. ഇനി B² മൈനസ് 4AC ഈസ് ഗ്രേറ്റർ ദാൻ 0 ബട്ട് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ, അങ്ങനെയാണെങ്കിൽ റിയൽ, ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഇറാഷണൽ റൂട്ട് വരും. മറ്റേ നമ്മുടെ B² മൈനസ് 4AC ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ B² മൈനസ് 4AC 16 ആണെങ്കിൽ അത് 4 ആയില്ലേ? മനസ്സിലായോ? അത് 4 ആയി. അതപ്പോൾ ഈ കേസാണ് വരുന്നത്. റൂട്ട്സ് ആർ റിയൽ, ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഒരു റാഷണൽ നമ്പർ ആണിത്. അതേസമയം B² മൈനസ് 4AC 15 ആണെങ്കിൽ അത് റൂട്ട് 15 എന്നല്ലേ വരിക? റൂട്ട് 15 എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഇറാഷണൽ. ഇതൊരു ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, ദെൻ B² മൈനസ് 4AC ഈസ് ലെസ് ദാൻ 0, അങ്ങനെയാണെങ്കിൽ അത് ഇമാജിനറി ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ഓക്കെ, നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നും പഠിക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഇഫ് B² മൈനസ് 4AC ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ബട്ട് നോട്ട് ഈക്വൽ ടു 0, then the roots are what? The roots are real, rational and unequal. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചിലപ്പോൾ അവരിങ്ങനെ ചോദിക്കാം, ഇഫ് ദ ഡിസ്ക്രിമിനന്റ് വാല്യൂ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഇഫ് ദ ഡിസ്ക്രിമിനന്റ് വാല്യൂ ഈസ് എ perfect square but not equal to 0, then what is the case? Real, rational and unequal. Okay, then next question. So here equation നോക്കി കഴിഞ്ഞാൽ find the positive value of k for which the equation x² plus kx plus 64 is equal to 0 and x² minus 8x plus k is equal to 0 will have real roots. എപ്പോഴാണ് റിയൽ റൂട്ട്സ് ഉണ്ടാവുന്നത്? റിയൽ റൂട്ട്സ് ഉണ്ടാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ B² minus 4AC is greater than or equal to 0. എന്തുകൊണ്ടാണ് greater than or equal to 0? നമ്മൾ നേരത്തെ നമ്മുടെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ B² minus 4AC equal to 0 ആകുമ്പോഴും റിയൽ ആയിരുന്നു. അതേപോലെ തന്നെ B² minus 4AC greater than 0 ആകുമ്പോഴും റിയൽ ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് greater than or equal to 0 എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മളാണെങ്കിൽ ഓപ്ഷൻ ഹിറ്റിംഗ് മെത്തേഡും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക, വിച്ച് ഈസ് x² plus kx plus 64 is equal to 0. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ x² minus 8x plus k is equal to 0. ഇവിടെ kയുടെ വാല്യൂ നമ്മൾ ഓപ്ഷൻ എ ആണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് k is equal to 12. അങ്ങനെയാണെങ്കിൽ x² plus 12x plus 64 which is equal to 0. ഇനി നമ്മൾ B² minus 4AC കണ്ടുപിടിക്കുകയാണ്. B² minus 4AC which is equal to B² വാല്യൂ 144 minus 4 into 1 into 64. അതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ വരും. അങ്ങനെയാണെങ്കിൽ B² minus 4AC greater than 0 ആണോ? അല്ല, which is less than 0. സോ ഓപ്ഷൻ എ ആണെങ്കിൽ റോങ് ആണ്. നമ്മൾ ഓപ്ഷൻ എ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എടുക്കും. ലെറ്റ് k is equal to 16 എടുക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ x² B² വാല്യൂ 16 സ്ക്വയർ which is 256 minus 4AC 4 into a into 64 which is equal to 0. അത് ആ ഒരു ഇക്വേഷൻ, ആ ഒരു
പർട്ടിക്കുലർ ഓപ്ഷൻ ആണെങ്കിൽ ഇത് വാലിഡ് ആവുന്നുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു 0 തരുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൂടി ഇട്ട് നോക്കും. രണ്ടിടവും സാറ്റിസ്ഫൈ ചെയ്യണ്ടേ, എന്നാലേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവുള്ളൂ. യെസ്, അപ്പുറത്തെ സൈഡിൽ ഇടുമ്പോൾ ഇത് ഈക്വേഷൻ എന്താവും? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു 0. കെയുടെ വാല്യൂ നമ്മൾ 16 എന്ന് എടുത്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. വിച്ച് ഇസ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ 64 മൈനസ് 4 ഇൻറ്റു 16 വിച്ച് ഇസ് 64 മൈനസ് 64 which is equal to 0, which is equal to how much? Which is equal to 0. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മുടെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ ഓപ്ഷൻ ബി is the right answer. പിടികിട്ടിയോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So the quadratic equation x square minus 2kx plus 16 is equal to 0 will have equal roots. ഈക്വൽ റൂട്ട്സ് വരുന്ന കേസിൽ എന്ത് കേസിലായിരുന്നു ഈക്വൽ റൂട്ട്സ് വരുന്നത്? ബി സ്ക്വയർ മൈനസ് 4ac ഇസ് ഈക്വൽ ടു 0 വരുന്ന കേസിലായിരുന്നു എന്തുള്ളത്? ഈക്വൽ റൂട്ട്സ് ഉള്ളത്. അപ്പോൾ ബി സ്ക്വയർ വാല്യൂ എത്ര ഇവിടെ? 2kx എന്ന് പറയുമ്പോൾ 2k ബി വാല്യൂ എന്ന് പറയുന്നത് 2k ആണ്. സോ 2k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ ഇവിടെ 1, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 1 അല്ലേ, 1 ഇൻറ്റു 16, കോൺസ്റ്റന്റ് ടേം c വാല്യൂ ഇസ് 16 which is equal to 0. So 4k square which is equal to 64. So k square is equal to 16, k is equal to plus or minus 4. Option D is the right answer. Previous year question. Simple അല്ലേ? Yes. Next question. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രോപ്പർട്ടി. നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് 3-4 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഞാനൊരു കമന്റ് കണ്ടായിരുന്നു, കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമെന്ന്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ടോപ്പിക്കും, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള എല്ലാ ടോപ്പിക്കും എല്ലാ വീഡിയോയിലും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയറുള്ള ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി. യെസ്. ഇഫ് വൺ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇസ് p plus root q, for example 1 plus root 3, the other root will be 1 minus root 3. p plus root q എന്ന് പറയുന്ന ആണ് 1 റൂട്ട് എങ്കിൽ രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് p minus root q ആയിരിക്കും. So if one root is 1 minus root 3, the other root will be 1 plus root 3. പിടികിട്ടിയോ? Then ഇനി നമുക്ക് അറിയേണ്ടത്, if one root is reciprocal of the other, if one root is reciprocal of the other, then alpha into beta, product of the root is 1. Alpha into beta is 1. So for example, ഒരു റൂട്ട് 2 ആണെന്നും ഒരു റൂട്ട് 2 ആണെന്നും അടുത്ത റൂട്ട് ഇതിന്റെ റെസിപ്രോക്കൽ ആണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് എത്ര ആവും? ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 വിച്ച് ഇസ് 1. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. If one root of the equation is 2 plus root 5, then this quadratic equation is what എന്നാണ് നമ്മുടെ ചോദ്യം. യെസ്, നമ്മുടെ ചോദ്യം എന്താണ്? അടുത്ത ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ഇപ്പൊ 1 റൂട്ട് ഇതാണെങ്കിൽ, so the second root will be, if alpha is equal to 2 plus root 5, then beta is equal to 2 minus root 5. ഇനി നോക്കിക്കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ എത്ര ആയിരിക്കും? 2 plus root 5 plus 2 minus root 5 which is equal to 4. Sum of the root 4 ആണ്. ഇവിടെ ഏതൊക്കെ കേസിലാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. മൈനസ് ഓഫ് സം ഓഫ് ദ റൂട്ട്സ് വിച്ച് ഇസ് -4 എന്ന് അവിടെ വരുന്നുണ്ട്. കോയിഫിഷ്യന്റ് അങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് നോക്കണം. ആൽഫ ബീറ്റ വിച്ച് ഇസ് 2 plus root 5 into 2 minus root 5 which is a square minus b square which is 4 minus 5 which is equal to -1. എവിടാണ് -1 വരുന്നത്? ഓപ്ഷൻ ബി. പിടികിട്ടിയോ? നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If one of the roots of the equation x square plus px plus a is root 3 plus 2, then the value of p and a is what? ഇവിടെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളൊരു വലിയ കാര്യമുണ്ട്. മിക്കവരും ആൽഫ √3 + 2 എന്ന് എഴുതിയിട്ട് ബീറ്റ ആണെങ്കിൽ √3 - 2 എന്ന് എഴുതും. അത് കറക്റ്റ് ആണോ? അല്ല. നമ്മൾ ഇറാഷണൽ നമ്പറിന്റെ മുന്നിലുള്ള സൈൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ ആൽഫനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ആൽഫ ഈസ് 2 + √3, ബീറ്റ ഈസ് 2 -
3. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ is √3 minus √3 cancel ആവും. അപ്പോൾ 4. ആൽഫ ബീറ്റ is 2 plus √3 into 2 minus √3 which is 4 minus √3 square which is 3 which is equal to 1. So product of the roots എന്ന് പറയുന്നത് 1 ആണ്. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് 4 ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സം ഓഫ് ദ റൂട്ട്സ് പി വാല്യൂ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു എത്ര എഴുതണം? അവിടെ പ്ലസ് പി എന്നാ വന്നിരിക്കുന്നത്. അപ്പോൾ മൈനസ് പി വാല്യൂ ഇസ് -4. Then a value is 1. So option C is the right answer. സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റമില്ല. ജസ്റ്റ് ഒന്ന് അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ വന്ന സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുമ്പോൾ അവരെന്താ അവിടെ എക്ക് പകരം ക്യൂ എന്ന് ഉപയോഗിച്ചു ആ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. The roots of the equation 3x square minus 14x plus k is equal to 0 will be reciprocal to each other. അതായത് റെസിപ്രോക്കൽ ആണ്. നമ്മളൊരു പ്രോപ്പർട്ടി ഓൾറെഡി പഠിച്ചു. റെസിപ്രോക്കൽ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ റെസിപ്രോക്കൽ ആയിരിക്കും, അപ്പോൾ 1 ആയിരിക്കും. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? c/a അല്ലേ, കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ, ദാറ്റ് ഈസ് k ഡിവൈഡഡ് ബൈ 3. So k value is 3. So option C is the right answer. Next question. If one root of the equation x square minus of 2 into 5 plus m into x plus 3 into 7 plus m which is equal to 0 is reciprocal to each other. So product of the root is 1. So product is equal to 1. So product എന്ന് പറയുന്നത് c/a is equal to 1. c വാല്യൂ എത്ര ആണ്? 3 into 7 plus m divided by 1 which is equal to 1. 21 plus 3m which is equal to 1. So m is equal to 21 അപ്പുറത്തെ സൈഡിൽ പോയാൽ -21 ആയി. -21 plus 1 is how much? 20. So which is equal to 20 -20 divided by 3. Which is equal to -6.999 എന്ന് വരൂലേ. That is approximately equal to 7 which is option -7 which is option A. So option A is the right answer. പിടികിട്ടിയോ? Yes. Next question. Okay, അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. If one root of the equation is x square minus 3x plus k is equal to 0 is 2, then find the value of k. ഇത് വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് സിമ്പിൾ എന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഓൾറെഡി എക്സിന്റെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ എടുത്ത് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. എങ്ങനെ ഇട്ട് കൊടുക്കും? സോ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ടല്ലോ. എക്സിന് പകരം നമ്മൾ ആരെ ഇട്ട് കൊടുക്കും? എക്സ് ഇസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കും. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ അങ്ങനെ എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 2 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 4 മൈനസ് 6 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. സോ കെ ഇസ് ഈക്വൽ ടു 2 വിച്ച് ഇസ് ഈക്വൽ ടു ഓപ്ഷൻ സി. പിടികിട്ടിയോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If roots of the equation x square plus x plus r is equal to 0 are alpha and beta, then alpha cube plus beta cube is equal to -6. Find the value of r എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. മൾട്ടിപ്പിൾ ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താ? സം ഓഫ് ദ റൂട്ട്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന വാല്യൂ എത്ര? ഇവിടെ -1 അല്ലേ? മൈനസ് ബി, ബിയുടെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ -b ഡിവൈഡഡ് ബൈ a. സോ ദാറ്റ് ഇസ് -1. ആൽഫ ബീറ്റ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ് ഇവിടെ? വിച്ച് ഇസ് ഈക്വൽ ടു r/1. സോ വിച്ച് ഇസ് ഈക്വൽ ടു r. ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്ന് പറയുന്ന ഒരു വാല്യൂ -6 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളൊരു ഇക്വേഷൻ പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ്
മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? എങ്ങനെ എഴുതി? മനസ്സിലായോ? നമ്മൾ അവിടെ ആൽഫയും ബീറ്റയും അല്ല ഉപയോഗിച്ചത്, നമ്മൾ ഉപയോഗിച്ചത് എയും ബിയും എന്നാണ്. പക്ഷെ ഞാനിവിടെ എയ്ക്കും ബിക്കും പകരം ആൽഫ എന്നും ബീറ്റ എന്നും എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, പിടികിട്ടിയോ? യെസ്. ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊണ്ടുവന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇട്ട് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സോ ഇതിന് പകരം നമ്മൾ ആരെ ഇട്ട് കൊടുക്കും? ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുക്കും. സോ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു -6. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്രയാണ്? -1. -1 ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു ആൽഫ ബീറ്റയുടെ വാല്യൂ എത്രയാണ്? 6 ഇൻറ്റു ആർ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്രയാണ്? -1 വിച്ച് ഇസ് ഈക്വൽ ടു 6. So -1 cube which is -1 minus 3 into -1 plus 3. So plus 3r which is equal to 6. So 3r is equal to 7. R is equal to 7 divided by 3. 7 divided by 3. Option B is the right answer. Pidigittiyo? Yes. Next question. P and Q are roots of the equation x square minus bx plus c. Then what is the equation whose roots are pq plus p plus q and pq minus p minus q? നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റെപ്പാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഒരു പി ക്യു പ്ലസ് പി പ്ലസ് ക്യു ആൻഡ് പി ക്യു മൈനസ് പി മൈനസ് ക്യൂ എന്ന് പറയുന്ന 2 റൂട്ട്സ് ഉള്ള വേറൊരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾക്ക് പിൻ്റെയും ക്യൂവിൻ്റെയും ടേംസിലാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, അതിനെ നമുക്ക് സിയുടെയും ബിയുടെയും ടേംസിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് രണ്ടും ആ റൂട്ടെങ്കിൽ അതിൻ്റെ സം ഓഫ് ദ റൂട്ട്സ് എത്ര? സം ഓഫ് റൂട്ട്സ് വിച്ച് ഈസ് ഈക്വൽ ടു പി ക്യൂ പ്ലസ് പി പ്ലസ് ക്യൂ പ്ലസ് പി ക്യൂ മൈനസ് പി മൈനസ് ക്യൂ. അങ്ങനെ എഴുതിക്കൂടെ? അവിടെ ആരൊക്കെ ക്യാൻസൽ ആയിപ്പോയി? മൈനസ് പിയും പ്ലസ് പിയും ക്യാൻസലായി, മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ക്യാൻസലായി, ബാക്കി ആരുണ്ട്? 2pq. 2pq ആണ്. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കണം. അതിനു മുന്നേ നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പി ഉം ക്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പി പ്ലസ് ക്യൂയുടെ വാല്യൂ എത്രയാണ്? പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഇസ് സം ഓഫ് ദ റൂട്ട്സ് വിച്ച് ഇസ് മൈനസ് ഓഫ് മൈനസ് ബി ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 1 ആണ്, പ്ലസ് 1 തന്നെ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ബി. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് പി ക്യൂ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് സി. സോ പി ക്യൂ എന്ന് പറയുന്നതിന്റെ വാല്യൂ സി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സം ഓഫ് ദ റൂട്ട്സ് 2c എന്ന് എനിക്ക് എഴുതിക്കൂടെ? പി ക്യൂന്റെ വാല്യൂ സി ആയിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഇവിടെ എഴുതുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് പി ക്യൂ പ്ലസ് പി പ്ലസ് ക്യൂ ഇൻറ്റു പി ക്യൂ മൈനസ് ഓഫ് പി പ്ലസ് ക്യൂ എന്ന് എഴുതിക്കൂടെ? ആ മൈനസ് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ മൈനസ് ഓഫ് പി പ്ലസ് ക്യൂ എന്ന് എഴുതുന്നു. ഇനി പി ക്യൂവിന് പകരം ഞാൻ ആരെ ഇട്ട് കൊടുക്കും? സി ഇട്ട് കൊടുക്കും. പി പ്ലസ് ക്യൂവിന് പകരം ആരെ ഇട്ട് കൊടുക്കും? പി ഇട്ട് കൊടുക്കും. സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറും സം ഓഫ് ദ റൂട്ട്സ് 2cയുമാണ്. ഏത് ഇക്വേഷൻ ആണ് അങ്ങനെ വരുന്നത്? നോക്ക്. യെസ്, ഓപ്ഷൻ എ ആണോ അതോ ഓപ്ഷൻ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആണ്? അല്ല, ഓപ്ഷൻ എ തന്നെയാണ്. 2c ദെൻ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പിടികിട്ടിയില്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, if one of the roots of the equation px square plus qx plus r is equal to 0 is r ആണ് one of the root, then the other root of the equation will be, simple ആണ്. നമ്മളിവിടെ product of the roots എടുക്കുക. product of roots എന്ന് പറയുന്നത് constant term divided by coefficient of x square, that is r by p. ഓക്കെ, ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു റൂട്ട് എന്ന് പറയുന്ന 6 ആണ്. അപ്പോൾ 6നെ നമ്മൾ വേറൊരു റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് വന്നത്.
അപ്പോൾ ആറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ആർ ബൈ പി എന്നുള്ളൊരു വാല്യൂ കിട്ടുക? സോ ഇൻറ്റു 1/p. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, വിത്തിൻ സെക്കൻഡ്സ് യു വിൽ ഗെറ്റ് ദി ആൻസർ. പിടികിട്ടിയോ ലോജിക്? ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്ക്. എന്താണ് ഞാൻ പറഞ്ഞത്? പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഫ്രം ഇക്വേഷൻ എത്രയാണ്? ആർ ബൈ പി. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു റൂട്ട് ആർ ആണ്. അപ്പോൾ ആറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആണല്ലോ, ആറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ബൈ പി കിട്ടും? ഇൻറ്റു 1/p ചെയ്യുമ്പോഴല്ലേ. സോ വിച്ച് ഇസ് ആർ ബൈ പി. പിടികിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ട്രിക്ക് ആണ്. ഓക്കെ, ഈ റേഷ്യോസ്, റൂട്ട്സിൻ്റെ ഒക്കെ റേഷ്യോസ് വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ട്രിക്ക്. ഇഫ് 2 റൂട്ട്സ് ആർ ഇൻ ദ റേഷ്യോ ആൽഫ ഈസ് ടു ബീറ്റ, അതായത് ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു ഇക്വേഷൻ്റെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 റൂട്ട്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ആൽഫ ഈസ് ടു ബീറ്റയാണ്. അങ്ങനാണെങ്കിൽ ആൽഫ ബീറ്റ ഇൻറ്റു ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ സി. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പോസിറ്റീവ് വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 12x square plus kx plus 5 is equal to 0 are in the ratio 3:2. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസ്റ്റന്റ് ടേം, അപ്പം ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത് ആ ഒരു കോൺസ്റ്റന്റ് ടേം എന്തെങ്കിലും ഇക്വേഷനിൽ ഉണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ടേം കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുക. ഇവിടെ 2 റൂട്ട്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്ന ആൽഫ വാല്യൂ 3യും ബീറ്റ വാല്യൂ 2 എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. സോ എങ്ങനെ എഴുതും നമ്മൾ? സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ ബീറ്റ ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ സി. ബി എന്ന് പറയുന്നത് എന്താ? കോയിഫിഷ്യന്റ് ഓഫ് എക്സ്. എ എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം. ആൽഫ എന്ന് പറയുന്നത് 3, ബീറ്റ എന്ന് പറയുന്നത് 2. ബീറ്റ എന്ന് പറയുന്നത് 2. സോ 3 ഇൻറ്റു 2 ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ which is equal to alpha plus beta, that is 3 plus 2 which is 5 square into a എന്ന് പറയുന്നത് 12 into c എന്ന് പറയുന്നത് 5. So 6 into k square which is equal to 5 cube into 12. So k square which is equal to 5 cube into എത്ര? 2 വരും. അപ്പോൾ 5 square into 10 എന്ന് എഴുതിക്കൂടെ എനിക്ക് k സ്ക്വയറിനെ? So k is equal to 5 root plus or minus 5 root 10. So k is equal to, ഇവിടെ നമ്മുടെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 5 root 10 plus or minus എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the ratio of the roots of equation 4x square minus 6x plus p is equal to 0 is 1:2. So alpha value 1, beta value 2. So ഇവിടെ b value minus 6, b value is minus 6, a value is 4, c value is p. p യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഷോർട്ട് കട്ട് ഇക്വേഷൻ എന്താ? ആൽഫ ബീറ്റ ഇൻറ്റു ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു a ഇൻറ്റു c. സോ ആൽഫ ബീറ്റ 1 into 2. 1 into 2 എന്ന് പറയുന്നത് ആൽഫ വാല്യൂ 1 ഉം ബീറ്റ വാല്യൂ 2 ആണ്. സോ 2 into b സ്ക്വയർ വാല്യൂ minus 6 square is 36, which is alpha plus beta 1 plus 2 the whole square, which is 1 plus 2 is 3, 3 square is 9. 9 into a value എന്ന് പറയുന്നത് a is 4 into c value എന്ന് പറയുന്നത് p. So ഇതും cancel ആയി. So what is left? p is equal to 2. So option b is the right answer. Okay, next question. ഇതും സിമ്പിൾ ഇക്വേഷൻ ആണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിതൊന്ന് ചെയ്ത് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക ആൻസർ. ഇതിന് നിങ്ങൾക്ക് എന്ത് ആൻസറാണ് കിട്ടിയെന്ന്. നിങ്ങളൊരു പ്രോപ്പർട്ടി ഇക്വേഷനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അന്നൊരു ക്ലൂ മാത്രം ഞാൻ തരാം. ഓക്കെ, അതിനുവേണ്ടി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. സോ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ നമുക്കിതിന് ഇങ്ങനെയും കൂടെ എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇത് സം ഓഫ് ദ റൂട്ട് ആണ്, ഇത് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ആണ്. ഞാൻ ഒരു കീയും കൂടെ പറഞ്ഞു തന്നു. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങളതൊന്ന് ചെയ്തിടുക. പക്ഷേ ഇവിടെ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്,
ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത് എഴുതിയത്? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്. അങ്ങനെ നമുക്ക് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ തരുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ലാസ്റ്റ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ഇടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ റെഫറും ചെയ്യാം. നെക്സ്റ്റ്, if alpha plus beta is equal to -2 and alpha beta is -3, then alpha and beta are the roots of the equation. ഇത് ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. സം ഓഫ് ദ റൂട്ട്സ് -2 ആണ്, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് -3 ആണ്. സോ ഓപ്ഷൻ സിയും ഡിയും എന്തായാലും റോങ് ആണ്. ദെൻ ചാൻസ് ഉള്ളത് മുകളിലുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് -2 ആണ്. സോ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ആകും. സോ ഓപ്ഷൻ B is the right answer. Okay, next question. The difference between the roots of the equation x square minus kx plus 8 is equal to 0 is how much? 4. Difference between the roots. So alpha minus beta എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്ര? 4 ആണെന്ന് തന്നിട്ടുണ്ട്. Find the value of k. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടുന്ന് എന്തൊക്കെയാ വേണ്ടേ? So alpha plus beta എത്ര? Alpha plus beta is equal to minus of minus k by a which is equal to 1. So k is the value. Alpha beta എന്ന് പറയുന്നത് എത്ര? 8 ആണ്. c by a which is 8. ഇനി നമുക്ക് ആൽഫ മൈനസ് ബീറ്റ എന്നും തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 4 ആണെന്നും പറയുന്നുണ്ട്. ഇനി നമുക്കൊരു പണി ചെയ്യാം. ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. നമ്മളൊരു സാധനം പഠിച്ചിട്ടുണ്ടല്ലോ, ആ സെയിം കോൺസെപ്റ്റ്. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. ഇവിടെ ആൽഫ മൈനസ് ബീറ്റ ദ വാല്യൂ എന്താണ്? 4 ആണ്. സോ 4 സ്ക്വയർ ഇസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്രയാണ്? കെ. സോ കെ സ്ക്വയർ ഇസ് കെ സ്ക്വയർ ഇറ്റ് സെൽഫ് മൈനസ് 4 ആൽഫ ബീറ്റ. 4 into 8 is 32. So k square is equal to 48. K is equal to root 48 which is equal to 4 root 3. Answer is option, sorry, plus or minus 4 root 3. എന്തുകൊണ്ടാണ് പ്ലസ് ഓ മൈനസ് എടുത്തത്? ഇവിടെ സ്ക്വയർ ആണ്. ചിലപ്പോൾ മൈനസ് ആവാം, ചിലപ്പോൾ പ്ലസ് ആവാം. അപ്പോൾ -3യുടെ സ്ക്വയർ എത്ര? 9 അല്ലേ? 3യുടെ സ്ക്വയർ എത്ര? +3യുടെ സ്ക്വയർ എത്ര? അത് 9 അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. സോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ദ സൈഡ്സ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആർ ഷോർട്ടൻഡ് ബൈ 12, 13 and 14 യൂണിറ്റ്സ് റെസ്പെക്റ്റീവ്ലി ആൻഡ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇസ് ഫോം. നമുക്കൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉള്ളത്? ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓൾ ദ സൈഡ്സ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കേസിൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. എക്സ് ആണ് എല്ലാ സൈഡ്സും എന്നങ്ങ് നമ്മൾ അസ്യൂം ചെയ്തു വെച്ചു. ഓക്കെ, അതിൽ നിന്ന് 12, 13, 14 യൂണിറ്റ്സ് വെച്ച് ഓരോ സൈഡിൽ നിന്നും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പുതിയ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പിടികിട്ടിയിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിൽ അതിൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹയസ്റ്റ് സൈഡ് എത്രയാണ്? ഏറ്റവും ലെങ്തിയസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടിനസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 12 ആണല്ലോ ഏറ്റവും ചെറിയ നമ്പർ. അതുകൊണ്ടാണ് x - 12 എന്ന് എഴുതിയത്. എക്സിൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ അതായിരിക്കും ബിഗ്ഗർ നമ്പർ. ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ 20 ആയിരുന്നു. അതിൽ നിന്ന് 12 കുറച്ചാൽ അത്ര 8 ആവും. 13 കുറച്ചാൽ 7 ആകും. പിന്നെ 14 കുറച്ചാൽ 6 ആകും. അപ്പോൾ ഏതാണ് വലിയ സംഖ്യ? 8 ആണ് വലിയ സംഖ്യ. അതുകൊണ്ട് ഹൈപ്പോട്ടിനസ് ആണ് നമ്മുടെ ലെങ്തിയസ്റ്റ് സൈഡ്. അതുകൊണ്ട് x - 12 എന്ന് എഴുതി. ദെൻ ബാക്കി രണ്ട് സൈഡ് നമുക്ക് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, വിച്ച് ഇസ് x - 13 ആൻഡ് x - 14. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ഓപ്ഷൻ ഹിറ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കും. എങ്ങനെയാണ് ഓപ്ഷൻ ഹിറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. സോ നമുക്കറിയാം പൈതഗോറസ് തിയറം x - 12 the whole square which is equal to x - 13 the whole square plus x - 14 the whole square. ഇനി നമുക്ക് ഓപ്ഷൻ ഹിറ്റ് ചെയ്യാം. ഓപ്ഷൻ എ എടുത്ത് നമ്മൾ എക്സിന്റെ വാല്യൂ ഓപ്ഷൻ എ ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് 17 - 12. ലെറ്റ് x is equal to 17. So 17 - 12 is 5 square which is LHS is equal to
25. So RHS, which is equal to x minus 13 the whole square is how much? 17 minus 13 the whole square, 4 square, which is 16, plus 17 minus 14 the whole square, which is 3 square, which is 9, which is equal to 25. So LHS is equal to RHS. Option A is the right answer. പിടികിട്ടിയോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതെന്തായാലും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഇഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഇസ് 6000 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് പെരിമീറ്റർ 340 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അതിന് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് തിരിച്ചു പോകണം. എന്താണ് ലെങ്തിൻ്റെയും പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ അറിയണം, അതേപോലെ ഏരിയയുടെ ഇക്വേഷൻ അറിയണം റെക്ടാംഗിളിൻ്റെ. അതറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്ലീസ് മെൻഷൻ ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് എ certain number of pottery articles in a day. It was observed on a particular day the cost of each article was 2 more than thrice the number of articles produced on the day. If the cost of production on that day was 800, find the number of articles produced on that day. Simple ആണ്. So I'll assume let x be the number of articles. Okay, and produce the number of articles x ആണ് പറയുക. So on a particular day the cost എന്ന് പറയുന്നത് 2 more than thrice the number of articles, 2 plus 3x. Okay, number of articles x ആണ്, cost എന്ന് പറയുന്നത് for one article എന്ന് പറയുന്നത് 2 plus 3x ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും? x into 2 plus 3x, which is equal to 800. അങ്ങനെ എഴുതി കൂടെ? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഇൻറ്റു കോസ്റ്റ് ഓഫ് വൺ ആർട്ടിക്കിൾ. സോ x into 2 plus 3x, which is equal to 800. So 2x plus 3x square, which is equal to 800. So 3x square minus 2x minus 3x square plus 2x minus 800, which is equal to 0. x ന്റെ വാല്യൂ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കിട്ടുന്നതെന്ന് പറയാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ചെയ്യുമ്പോൾ മൈനസ് ആയിട്ടുള്ള ഒരു ആൻസർ വേണ്ട. അപ്പോൾ മൈനസ് ഉള്ള സാധനം ഒഴിവാക്കുക, പ്ലസ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക. നിങ്ങൾക്കപ്പോൾ 16 എന്നുള്ളൊരു ആൻസർ കിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നമ്മുടെ സെയിം ടൈപ്പ്, ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, അടുത്ത ചോദ്യം. Find the condition that one root is double the other of ax square plus bx plus c. അങ്ങനെ തന്നിരിക്കുന്ന ആ ഇക്വേഷന്റെ ഒരു റൂട്ട് അടുത്തതിന്റെ ഡബിൾ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് ലെറ്റ് ദ റൂട്ട്സ് ബി എക്സ് ആൻഡ് 2x. എന്താ, ഒരാൾ മറ്റേതിന്റെ ഡബിൾ ആണെന്ന് പറയുകയാണ്. ഇനി സം ഓഫ് ദ റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2x വിച്ച് ഇസ് ഈക്വൽ ടു ആസ് പെർ ക്വസ്റ്റ്യൻ എത്രയാണ്? c ഡിവൈഡഡ് ബൈ a. ദാറ്റ് ഈസ് b divided by a. Sum of the roots എന്ന് പറയുമ്പോൾ b coefficient of x divided by coefficient of x square, b divided by a. 3x is equal to b divided by a. x is equal to b by 3a. Okay, ഇനി product of the roots x into 2x square, 2x which is 2x square which is equal to c divided by a. So x ന്റെ വാല്യൂവിന് പകരം ഞാൻ ആരായിട്ട് കൊടുക്കും? ഈ ഒരു വാല്യൂവിനായിട്ട് കൊടുക്കും. So 2 into b square by 9a square which divided by c which is equal to c by a. So aയും aയും ക്യാൻസൽ ആയി, 9 അപ്പുറത്ത് പോയി 2 ഇപ്പുറത്ത് വന്നു. അപ്പോഴത്തേക്ക് b square is equal to 9ac divided by 2 അല്ലെങ്കിൽ 2b square is equal to 9ac. 2b square is equal to 9ac. So the option is option c. 2b square is equal to 9ac. Okay, next question. ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ എക്സ് ഇസ് 1 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 റൂട്ട് എക്സ്.
ഈ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ ഇട്ട് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഒരു ഡെഫിനിറ്റ് വാല്യൂ കിട്ടുമല്ലോ. അതിനെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അതായിരിക്കും ആൻസർ. മനസ്സിലായില്ല? സോ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക. 1/5 - 2 × √6. √6ന്റെ വാല്യൂ കണ്ടുപിടിച്ച് അവിടെ ഇട്ട് കൊടുത്ത് എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ആ വാല്യൂ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് പകരം ഇട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നൗ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഇതൊരു വേറൊരു ടൈപ്പാണ്. റെയർലി ആസ്ക്ഡ് ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ കം. ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. സോ ഞാനൊരു അസംഷൻ എടുക്കും. ലെറ്റ് x is equal to 2 plus 1/2 plus 1/2 plus 1 etc. ഓക്കെ, അങ്ങനെ എടുക്കും. അങ്ങനെ നോക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ ഒന്നുകൂടെ അസ്യൂം ചെയ്തൂടെ? ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് തന്നല്ലേ എക്സ് എന്ന് പറയുന്ന വാല്യൂ? ചിന്തിച്ചു നോക്കൊന്നൂടെ. സോ ഞാനിവിടെ നോക്കുവാണ് 2 + 1/2 + 1 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എൻറ്റയർ സെറ്റ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇപ്പോൾ ഞാൻ മറ്റേ ആളെ ഒന്ന് മറച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂവും എക്സ് അല്ലേ? ഇവിടെ കിടക്കുന്നവനും എക്സ് അല്ലേ? ഞാൻ മറ്റേ ആൾ ഇവിടെ ഉണ്ടെന്ന് ആലോചിച്ച് ഇല്ലെന്ന് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ എക്സ് തന്നെയാണ്. അങ്ങനാണെങ്കിൽ എനിക്ക് ഇതിനെ x is equal to 2 plus 1/x എന്ന് എഴുതിക്കൂടെ? മനസ്സിലായില്ലല്ലോ എന്നല്ല, മനസ്സിലായോ? ഈ ഒരു എൻറ്റയർ സെറ്റ് ഓഫ് വാല്യൂനെ ഞാൻ എക്സ് എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ബാക്കി സെറ്റ് ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അപ്പോൾ അതിനെയും ഞാൻ അങ്ങ് എക്സ് എന്ന് എടുക്കുവാണ്. സോ ഇനി ഇതിനെ എങ്ങനെ എഴുതും? വിച്ച് ഇസ് LCM എടുത്തു കഴിഞ്ഞാൽ x is equal to 2x plus 1/2x plus 1 the whole divided by x. So x square is equal to 2x plus 1. So x square minus 2x minus 1 which is equal to 0. So in x in the value എന്ന് പറയുന്നത് x is equal to minus p plus or minus root of b square minus 4ac the whole divided by 2a. So minus b is 2 plus or minus root of p square is 4 minus 4 into 1 into minus 1 that is plus 4 the whole divided by 2 which is equal to 2 plus or minus ഞാൻ 4 കോമൺ ആയിട്ട് കോൺസ്റ്റന്റ് എടുത്ത് റൂട്ടിന് പുറത്ത് വന്നപ്പോൾ 2 root 2 the whole divided by 2 which is 1 plus or minus root 2. So option is option A എന്ന് പറയാൻ പറ്റുമോ? പ്ലസ് ഓർ മൈനസും കൂടെ ഉണ്ടെങ്കിലേ അതാവത്തുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ഡി എന്ന് എടുക്കാം. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. ഓക്കെ, രണ്ടും, അതായത് ഓപ്ഷൻ ബേസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇവിടെ മൈനസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൈനസ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ കൺവെൻഷനലി ഉപയോഗിക്കുക. എങ്ങനെയായിരിക്കും ആ ഒരു കൺവെൻഷണൽ മെത്തേഡ് വരിക? ഞാൻ അസ്യൂം ചെയ്യും എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അസ്യൂം ചെയ്യും. അങ്ങനാണെങ്കിൽ എനിക്കിവിടെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ എക്സ് തന്നെ അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് എക്സ് എന്ന്. എന്നിട്ട് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യും. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ്. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് ഞാൻ എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കും. അതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, പക്ഷേ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ് ആ ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 6നെ എനിക്ക് 3 into 2 എന്ന് എഴുതിക്കൂടെ? ഈ പർട്ടിക്കുലർ 6നെ. അങ്ങനെ വരുന്ന കേസുകളിൽ, ഇങ്ങനത്തെ ടൈപ്പ് വരുന്ന ഈ ക്വസ്റ്റ്യൻ വരുന്ന കേസുകളിൽ ഈ എക്സിന്റെ വാല്യൂ എപ്പോഴും ഈ പ്രോഡക്റ്റ് വരുമല്ലോ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. സോ ഒരു നമ്പർ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് കിടക്കുന്ന നമ്പർ 2 നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആ ഹയസ്റ്റ് നമ്പർ ആയിരിക്കും. സോ ദ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ സി 3. പിടികിട്ടിയോ? ഇവിടെ ഫോർ എക്സാമ്പിൾ ഇറ്റ് വാസ് റൂട്ട് ഓഫ് 42 പ്ലസ് റൂട്ട് ഓഫ് 42
പ്ലസ് റൂട്ട് ഓഫ് 42 പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ 42 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 42 എന്ന് പറയുന്നത് 7 into 6. So the answer of x is 7. So value is 7. Highest number ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So 30 root of 30 plus root of 30 plus root of 30 plus etc. എന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ 13 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 into 5. ഹയസ്റ്റ് നമ്പർ എത്രയാണ്? 6, which is ഓപ്ഷൻ സി. അതേസമയം ഈ ക്വസ്റ്റ്യന് റൂട്ട് ഓഫ് 44 പ്ലസ് റൂട്ട് ഓഫ് 44 പ്ലസ് റൂട്ട് ഓഫ് 44 എന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ എനിക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 4 into 11 ആണ്. അവിടുന്ന് 11 ആണ് ആൻസർ എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അത് മെത്തേഡ് റോങ് ആണ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും പ്രീവിയസ് ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വരിക. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെ എഴുതും? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 44 പ്ലസ് എക്സ്. ഇവിടുന്ന് എക്സിനെ സോൾവ് ചെയ്തെടുക്കും. അതാണ് നമ്മുടെ മെത്തേഡ്. പിടികിട്ടിയോ? യെസ്. സിമ്പിൾ അല്ലേ ഈ ഒരു ട്രിക്ക്? ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാണ്. റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും? ആൻസർ ഇസ് 12 എന്ന് പറയുന്നത് 4 into 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. സോ ആൻസർ ഇസ് 4. ആൻസർ ഇസ് 4. പിടികിട്ടിയില്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ക്യൂബിക് ഇക്വേഷൻ. വളരെ എളുപ്പമാണ്. നമ്മൾ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണ്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ച സാധനമൊന്നും ഇവിടെ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ടു സോൾവ് ദിസ്. ജനറൽ ഫോം എന്താ? ക്യൂബിക് ഇക്വേഷനിൽ ഒരു വേരിയബിൾ കാണും. ആ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും ആ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ. എന്നിട്ട് അവിടെ എത്ര കോൺസ്റ്റന്റ് ടേംസ് ഉണ്ട്? എത്ര ടേംസ് ഉണ്ടായിരിക്കും? സോറി, 3 ആയിരിക്കും ഹയസ്റ്റ് പവർ. ദെൻ അതിന്റെ ജനറൽ ഫോം ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d is equal to 0. അതാണ് അതിന്റെ ജനറൽ ഫോം. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ബി ഡിവൈഡഡ് ബൈ എ. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് x² ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് x³. അതേസമയം പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് ഓഫ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് x³. ഓക്കെ, ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഓപ്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x³ മൈനസ് 6x² പ്ലസ് 11x മൈനസ് 6 is equal to 0. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഓരോ ഓപ്ഷൻ എടുക്കും. എന്നിട്ട് സം ഓഫ് ദ റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും കണ്ടുപിടിക്കും. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ തരുന്നത് അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ സം ഓഫ് ദ റൂട്ട്സ് ആസ് പെർ ക്വസ്റ്റ്യൻ എത്രയാണ്? മൈനസ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് x² ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് x³ which is മൈനസ് ഓഫ് -6 ഡിവൈഡഡ് ബൈ 1 which is 6. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം മൈനസ് ഓഫ് -6 മൈനസ് ഓഫ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് x³ എന്നാണ് which is 6. ഏത് ഓപ്ഷനാണ് ഈ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സും സം ഓഫ് ദ റൂട്ട്സും 6ഉം ആയിട്ട് തരുന്നത്? ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ 1 + 2 + 3 സം ഓഫ് ദ റൂട്ട്സ് which is 6, പ്രോഡക്റ്റ് 1 × 2 × 3 which is 6. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ -1 + 2 that is 1 + 5 is 6. അപ്പൊ സം ഓഫ് ദ റൂട്ട്സ് കറക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ -1 × 2 × 5 which is -10 which is not equal to 6. So option B wrong ആണ്. അതേപോലെ ഓപ്ഷൻ സി wrong ആണ്. ഓപ്ഷൻ ഡിയും wrong ആണ്. So option A is the right answer. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ the roots of the equation are what? Sum of roots which is equal to minus of coefficient of y² which is 1 and product of the roots which is equal to minus of -1 which is 1. ഇനി നമ്മുടെ ഏത് ഓപ്ഷൻ ആയിരിക്കും ഇത് തരിക? സമ്മ് 1ഉം പ്രോഡക്റ്റ് സമ്മ് -1ഉം പ്രോഡക്റ്റ് 1ഉം ആയിട്ട് തരുന്ന ഓപ്ഷൻ എ എടുത്തു കഴിഞ്ഞാൽ 1 + 1 - 1 which is
1. So option A is wrong. Then option B എടുത്തു കഴിഞ്ഞാൽ -1 +1 which is equal to -1. സം കറക്റ്റ് ആണ്. ഇനി പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ -1 into -1 into 1 which is equal to 1. So option B is the right answer. Option C എടുത്താൽ 1 + 1 + 1 3 ആയി which is not equal to -1. So അത് തെറ്റാണ്. നൺ ഓഫ് ദീസും തെറ്റാണ്. ഇവിടെ നോക്കാം. ഇവിടെ സം ഓഫ് റൂട്ട്സ് ഇവിടെ നിങ്ങൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. സം ഓഫ് റൂട്ട്സ് which is equal to മൈനസ് കോയിഫിഷ്യന്റ് ഓഫ് x square. x squareന്റെ കോയിഫിഷ്യന്റ് ഇവിടെ എത്ര ആണ്? ഉണ്ടോ? കോയിഫിഷ്യന്റ് ഉണ്ടോ? 0 ആണ് കോയിഫിഷ്യന്റ്. സോ സം ഓഫ് റൂട്ട് ഇസ് 0. പ്രോഡക്റ്റ് which is equal to 6 divided by 1 which is -6. ഏത് ഓപ്ഷൻ ആണ് സം ഓഫ് ദ റൂട്ട്സ് 0 തരുന്ന? ഓപ്ഷൻ എ ആണോ? 1 + 2 + 3 is 6. സോ ഓപ്ഷൻ എ റോങ് ആണ്. ഓപ്ഷൻ ബി 1 - 2 + 3 which is how much? 2. ദാറ്റും റോങ് ആണ്. ഓപ്ഷൻ സി 1 + 2 - 3. 1 + 2 - 3 എന്ന് പറയുമ്പോൾ 1 + 2 3 ആയി, 3 - 3 0 ആയി. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രോഡക്റ്റ് നോക്കി കളയാം. 1 × 2 × -3 which is -6. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇത് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ദ മാത്സ് പാർട്ട് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ചാപ്റ്റർ 4 ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. ഏതാണ് ചാപ്റ്റർ 4? മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തായാലും ഞാനത് പരിഗണിക്കുന്നതായിരിക്കും. നമ്മൾ ഇനി കുറച്ച് ട്രിക്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തിൻ്റെയൊക്കെയാണ്, എങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് ആൻസർ കിട്ടും, അതിനെല്ലാം കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. പിന്നെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അറിവ് പ്രോ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആവും ഈ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.